അതിന്റെ ആത്മാഭിമാനം വെളികൊട്ടുന്ന ഒരു വൻ സമ്മേളനത്തിലേക്ക് പത്തനാപുരത്തെ മുഴുവൻ ആൾക്കാരും പങ്കെടുക്കണമേ എന്ന് വളരെ വിനീതമായ അഭ്യർത്ഥന നടത്താൻ കൂടിയാണ്. വാസ്തവത്തിൽ സമയമില്ലായിരുന്നു, കോടതിയിൽ കയറേണ്ട സമയം ഉണ്ടായിട്ട് പോലും ഞാൻ എന്നോട് എത്തിച്ചേരാൻ സാധിക്കും. കാരണം പാലാ നഗരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. അവിടുത്തെ മനുഷ്യ ജീവിതത്തിൽ ആർക്കാണ് പ്രാമുഖ്യം എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം പാലാ എന്ന് പറയുമ്പോൾ തന്നെ ആരാണ് അവിടെ ആൾക്കാർ കൂടുതലുണ്ട്. വിളക്കിത്തനായന്മാരുടെ സമ്മേളനം 48ാമത് സമ്മേളനം പാലായിൽ നടക്കുമ്പോഴാണ് നടന്നത്. അങ്ങനെ 48ാമത് വാർഷിക സമ്മേളനം പാലായിൽ നടക്കുമ്പോൾ അന്ന് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എം. മാണി, ബഹുമാനായ കെ.എം. മാണി എനിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്ത് ബന്ധത്തിൽ ഉള്ള ആൾക്കാരാണ്. 48ാമത് വാർഷിക സമ്മേളനം നടക്കുമ്പോഴാണ് കേരളത്തിൽ ആദ്യമായി വിളക്കിത്തരമായ സമുദായത്തിൻ്റെ ഒരു പ്രകടനം കേരളത്തിൽ നടത്താൻ നമുക്ക് കഴിയും. 48ാമത് വാർഷിക സമ്മേളനം പാലായുടെ ചരിത്രത്തിൽ മറ്റൊരു ഏട് ചുരുത്തിച്ചുകൊണ്ടാണ് പാലായിലെ ക്രിസ്ത്യൻ സമൂഹക്കാര് കടകളിലും കലോടങ്ങളിലും എന്ന് പറയുന്നു. ഇവിടെ ഇത്രമാത്രം വിളക്കിത്തരമായി മാറും. കാരണം കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച്, പാലാ കണ്ടിട്ടുള്ളതിൽ വെച്ച് വിളക്കിത്തരമാന്മാരുടെ ആയിരങ്ങൾ പങ്കെടുത്ത സമ്മേളനമായിരുന്നു ആ സമ്മേളനം മുഖമായി അനാവരണം ചെയ്യാൻ കഴിയും. കേരളത്തിന്റെ സംഭവ മണ്ഡലത്തിൽ, സാമൂഹ്യ മണ്ഡലത്തിൽ, സാമ്പത്തിക മണ്ഡലത്തിൽ വിളക്കിത്തരമായ സമുദായത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്ന രീതിയിൽ അല്ല ഈ സംഘടനയുടെ വളർച്ച എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാറ്റിക്കൽ ആയിട്ടുള്ള പുതിയൊരു സർവേ ഞാൻ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് മെമ്പർ ശ്രീ റിലീഫ് സെക്രട്ടറിയുമായിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ കോളേജിൻ്റെ ഒരു പ്രശ്നമായി സംസാരിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം കാഷ്വൽ ടോക്കിൽ എന്നോട് പറഞ്ഞത് അതിൻ്റെ ചെയർമാനായിരുന്ന, അതിൻ്റെ വൈസ് ചാൻസലറായിരുന്ന ശ്രീ ശ്രീയ തോമസ് ആണ് എൻ്റെ പ്രൊഫസറായിരുന്നു. ഞാൻ പാലാ സെൻറ് തോമസ് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ പ്രൊഫസറും ഞാൻ അദ്ദേഹത്തോടൊപ്പം അഴീക്കോട് മാഷോടൊപ്പം കേരളത്തിൽ സഞ്ചരിക്കാത്ത മേഖലകളില്ല. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, സുരേന്ദ്രൻ എന്തിനാ ഈ സാമുദായിക നേതൃത്വത്തിലേക്ക് പോകുന്നത്? ഞങ്ങളുടെ കൂടെയൊക്കെ വന്നു പോകരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ചേർന്നുകൂടെ? നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചെന്ന് ചേരുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ എങ്ങനെയാണ് അവർക്ക് നിങ്ങളുടെ സാന്നിധ്യം തീരുമാനിക്കുന്നത്. പക്ഷേ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എൻ്റെ ഉത്തരവാദിത്വം. ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ തിരുവനന്തപുരം ലോ കോളേജ് 1980-81 കാലഘട്ടങ്ങളിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മാവൻ എന്നെ ഈ സമുദായത്തിലേക്ക് വിളിക്കുന്നത്. നീ ഒരു സമുദായത്തിൽ ഒന്നും പ്രസംഗിക്കും. ഞാൻ അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി